ഓക്കെ. അപ്പൊ നമ്മുടെ സാറ്റർഡേ മോർണിംഗില് അതിൽ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ അവർ തമ്മിലുള്ള കോൺവെർസേഷനാണ്. ഇപ്പൊ അവൻ ആ വർക്കെല്ലാം കൊടുത്തു, അവൻ വർക്കെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ആന്റിയും അവനും തമ്മിൽ എന്തായിരിക്കും സംസാരിച്ചിട്ടുണ്ടായിരിക്കുക. അവർ തമ്മിലുള്ള ലൈക്ക് ആ വാളിന്റെ ആ ഒരു ഇതും കാര്യങ്ങളും എല്ലാം തമ്മിൽ ആ ഒരു കോൺവെർസേഷൻ ചോദിക്കാം. അല്ല എങ്കിൽ ഇപ്പൊ ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഇത് വർക്ക് കഴിഞ്ഞതിന് ശേഷം അവനും അവന്റെ കൂട്ടുകാരും തമ്മിലുള്ള കോൺവെർസേഷൻ ചോദിക്കാം. ഇങ്ങനെയൊക്കെ അപ്പൊ അതൊക്കെ നിങ്ങൾ ചിന്തിക്കുക എങ്ങനെയൊക്കെ എഴുതാൻ പറ്റും. അപ്പൊ അതൊന്നും ഞാൻ തന്നിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ഈ 2 ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതി ഒന്ന് അയക്കും കേട്ടോ. ഇതിലേതെങ്കിലും ഒരു കോൺവെർസേഷൻ ഞാൻ ചോദിക്കും ഉറപ്പാണ് കേട്ടോ. അപ്പൊ ഇതിപ്പോഴേ എഴുതി അയക്കുക. അപ്പൊ ഞാനത് കറക്റ്റ് ചെയ്തിട്ട് തരാം. അപ്പൊ ഈ 2 കോൺവെർസേഷനെ അതിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ, അല്ലാതെ ചോദിക്കത്തില്ല. ആ ക്ലാസ് കഴിഞ്ഞിട്ട് എഴുതി അയച്ചാൽ മതി പതിയെ കേട്ടോ. നാളെയോ മറ്റന്നാളോ എന്തെങ്കിലും പതിയെ ഇരുന്ന് എഴുതി അയച്ചാൽ മതി. അപ്പൊ നമുക്ക് ബാക്കി ആക്ടിവിറ്റി നോക്കാം. ഫ്രണ്ട്സായിട്ട് സംസാരിക്കുന്ന കോൺവെർസേഷൻ ആണ് അയക്കേണ്ടത്. ആരൊക്കെ? ടോമും ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുന്ന കോൺവെർസേഷൻ വേണം. എപ്പോഴ് ഇവര് ഈ വാൾ പെയിന്റ് കഴിഞ്ഞതിന് ശേഷം അവര് അതുവരെ ഉള്ളത് കാര്യങ്ങളെല്ലാം നമ്മുടെ ടെക്സ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അവരെന്ത് സംസാരിച്ചിട്ടുണ്ടായിരിക്കും. അവർക്ക് ഭയങ്കര ഹാപ്പിനെസ് കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലേ അവര് ആ ഒരു പെയിന്റ് അടിച്ചതുമല്ല. അപ്പോ അവർക്ക് എന്നൊരു ഹാപ്പിനെസ് കിട്ടിയോ, കിട്ടിയില്ലേ, കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കും അവർ സംസാരിച്ചിട്ടുണ്ടാവുക, കിട്ടിയില്ലായെങ്കിൽ എന്തൊക്കെയായിരിക്കും അവനോട് ചോദിച്ചിട്ടുണ്ടാവുക അവന്റെ ഫ്രണ്ട്സ്. അപ്പൊ ഈ രീതിയിൽ നമ്മുടെ മനസ്സിൽ ഇരുത്തിക്കൊണ്ട് എഴുതുക. അപ്പൊ സ്വന്തമായിട്ട് എഴുതുക. വേറെ അതും എഴുതണം. അത് കഴിഞ്ഞിട്ട് ആ ആന്റിയുമായിട്ടുള്ള കോൺവെർസേഷനും എഴുതണം. അപ്പൊ നമ്മുടെ ജിംഗിൾ ബോയ് വന്നല്ലോ. അപ്പൊ ഈ 2 കോൺവെർസേഷൻ നിങ്ങൾ നോക്കുക. ഇതൊന്നും ടെക്സ്റ്റില് അല്ലാതെ ഇല്ല, ഇത് നമ്മൾ സ്വന്തമായിട്ട് എഴുതേണ്ട കാര്യ കേട്ടോ. അപ്പൊ അതൊന്ന് എഴുതി അയക്കണേ. അപ്പൊ നമുക്ക് ആക്ടിവിറ്റി നോക്കാം. നിങ്ങളുടെ ടെക്സ്റ്റ് ആക്ടിവിറ്റി നമ്പർ 4. ഞാനിപ്പോ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഡൗട്ടർ ചോദിക്കുന്ന സമയത്ത് അൺമ്യൂട്ട് ചെയ്യണേ. സോ look at the cartoon given below. ഈ കാർട്ടൂൺ നോക്കുക. No sir, I was not talking on my cell phone. I was watching a TV show on my iPod. അപ്പോ ഐപാഡിൽ എന്ത് ചെയ്യുമായിരുന്നു? ഐപോഡില് ഒരു ടി വി ഷോ കാണുകയായിരുന്നു. ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴായിരിക്കണം. പക്ഷെ ഞാൻ ഫോണിലല്ല സംസാരിച്ചുകൊണ്ടിരുന്നത് എന്നുള്ള കാര്യം ഇങ്ങനെ പറയുക. അപ്പൊ എന്തെങ്കിലും പോലീസ് ചോദിച്ചിട്ടായിരിക്കും പുള്ളിക്കാരൻ ഇങ്ങനെ ഒരു മറുപടി പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോ ക്വസ്റ്റ്യൻ എത്രയേ ഉള്ളൂ, വാട്ട് മൈറ്റ് ദ പോലീസ്മാൻ ആസ്ക് ദ ഡ്രൈവർ? എന്തായിരിക്കും പോലീസ് അത് പുള്ളിക്കാരനോട് ചോദിച്ചിട്ടുണ്ടാവുക? അല്ല എങ്കിൽ ഇത് കണ്ടോ, ഇത് കണ്ടിട്ട് ഒരു ഇടിച്ച ഒരു ഫീൽ ഉണ്ടോ? ഒന്ന് ഇടിച്ചു കിടക്കുന്നതായിട്ടോ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഓക്കെ. എന്തായാലും ഇവിടെ എന്തായിരിക്കും പോലീസുകാരൻ ചോദിച്ചിട്ടുണ്ടാവുക? നിർത്തിച്ചിട്ട് എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? What are you doing? നിങ്ങൾ എന്ത് ചെയ്യുകയാണ് എന്ന് നമ്മുടെ വാട്ട് ആർ യു ഡൂയിങ്, അതായത് എന്ത് ചെയ്യുകയാണ് എന്ന് ചോദിച്ചു. എന്താടാ? Who are you talking in the cell phone? ആരോടാ സംസാരിക്കുന്നത്? വേറെ എന്തൊക്കെ ചോദിച്ചിട്ടുണ്ടാവും? Where are you talking on the cell phone? ഓക്കെ.
പക്ഷെ ഒരു പോലീസ് ഓക്കെ നിങ്ങൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോ പോലീസ് പിടിച്ചു വന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ പോലീസ് വന്ന് എന്തായിരിക്കും ചോദിക്കുക? ആലോചിച്ച് നോക്ക്. എന്ത് ചോദിക്കും? പോലീസുകാർ വന്നു നിങ്ങളെ വണ്ടി ഓടിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ആരുടെയെങ്കിലും കൂടെ പോകുമ്പോ പോലീസ് ഇങ്ങനെ വന്ന് പിടിച്ചു. അപ്പോ പിടിച്ചു കഴിയുമ്പോ എന്ത് ചോദിക്കുമായിരിക്കും? ഇപ്പോൾ ഒരു ആക്സിഡന്റ് നടന്നു നടന്നു കഴിഞ്ഞു, അപ്പോഴാണ് പോലീസ് വരുന്നത്. അപ്പൊ എന്ത് ചോദിക്കും പോലീസ്? എന്താ സർ, എങ്ങനെയാണ് ആക്സിഡന്റ് ഉണ്ടായത്? എങ്ങനെയാണ് ആക്സിഡന്റ് ഉണ്ടായതെന്ന് ചോദിക്കാം. പക്ഷെ നമുക്ക് ആൻസർ എന്ന് പറയുന്നത് ഇവിടെ നോ സർ, ഐ വാസ് നോട്ട് ടോക്കിംഗ് ഓൺ മൈ സെൽ ഫോൺ, ഐ വാസ് വാച്ചിങ് എ TV ഷോ ഓൺ മൈ ഐപോഡ് എന്നാണ് മറുപടി പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? ആലോചിക്ക്. ദിയോ, എന്ത് ചോദിച്ചിട്ടുണ്ടാവും? ഇവിടെ ആൻസർ നോക്ക്. അത് നോ സർ, ഐ വാസ് നോട്ട് ടോക്കിംഗ് ഓൺ മൈ സെൽ ഫോൺ, ഐ വാസ് വാച്ചിങ് എ TV ഷോ ഓൺ മൈ ഐപോഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? ഇങ്ങനെ ഓക്കെ, അത് ഒരു ശരിയായി തരാം. അതായത് ശരിയെന്ന് വെച്ച് കഴിഞ്ഞാല് സെന്റൻസ് കൺസ്ട്രക്ഷൻ നോക്കണം. അതായത് അവർ ചോദിച്ചിട്ടുണ്ടാവുക, ഇത് നീ അവിടെ എന്ത് ചെയ്യുമായിരുന്നു, നീ ഫോണിൽ സംസാരിക്കുകയായിരുന്നോ എന്നായിരിക്കും ചോദിക്കുക. അപ്പൊ എങ്ങനെ ചോദിക്കും? Are you talking on the cell phone? Where you talking on the cell phone? അപ്പൊ അല്ല എങ്ങനെ ചോദിക്കാം? Policeman asked the driver whether he was talking over his mobile phone while driving. അപ്പൊ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? അപ്പോ നമ്മൾ എന്താണ് ചോദിച്ചിട്ടുള്ളത് എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെച്ചോളേ. ഓക്കെ, എന്താണ് ചോദിച്ചിട്ടുണ്ടാവുക എന്നുള്ളത്. അപ്പോഴേ നമ്മുടേതായ രീതി എഴുതുമ്പോൾ എന്ത് പറയും? ദ പോലീസ്മാൻ ആസ്ക്ഡ് ദ ഡ്രൈവർ, പോലീസ്മാൻ അവരോട് ചോദിച്ചിട്ടുണ്ടാവും whether he was talking over his mobile phone while driving, അല്ലെങ്കിൽ whether he was talking over the phone or cell phone while driving. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നീ അവനോട് ഫോണിൽ സംസാരിക്കുകയായിരുന്നോ? whether he was talking over his phone അല്ലെങ്കിൽ talking on phone. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ മാത്രമേ അവർക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റത്തുള്ളൂ. നോ സർ, ഐ വാസ് നോട്ട് ടോക്കിംഗ് ഓൺ മൈ സെൽ ഫോൺ. പക്ഷെ എന്ത് ചെയ്യുക? അതായത് whether policeman asked the driver whether he was talking over his mobile phone or cell phone while driving. Talking over his cell phone. Sir, ഒന്നും കൂടെ പറയൂ. അത് ചോദിക്കുന്ന അല്ലെങ്കിൽ പോലീസുകാരെ ചോദിക്കും. വേറെ എന്ത് ചോദിക്കുക? ടോക്കിംഗ് ഓൺ സെൽ ഫോൺ വൈൽ ഡ്രൈവിംഗ് ഈസ് എൻ ഒഫൻസ്, ഡു യു നോ ദാറ്റ്? അപ്പൊ പോലീസുകാർ വന്നോണ്ടേ നമ്മുടെ അടുത്ത് കാര്യം ചോദിക്കില്ല, എവിടെ എന്നാ പേരെന്താന്നൊന്നും ചോദിക്കത്തില്ല. ഉടനെ എന്താ ചോദിക്കും? നിനക്കറിയത്തില്ലേ? ഇങ്ങനെ ചോദിക്കത്തില്ല, നിനക്കറിയത്തില്ലേ നിനക്ക് ഫോൺ ഇങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഫോൺ യൂസ് ചെയ്യുന്നത് തെറ്റാണെന്നുള്ള കാര്യം നിനക്കറിയത്തില്ലേ എന്ന് മാത്രമേ അവരിങ്ങനെ ചോദിക്കത്തുള്ളൂ. അപ്പോ അവര് ചോദിക്കാൻ ചാൻസ് ഉള്ള 2 ക്വസ്റ്റ്യനാ ഞാനിപ്പോ പറഞ്ഞേ. അപ്പൊ പോലീസുകാരൻ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നു എന്ന് വിചാരിക്കും. എങ്ങനെ ചോദിക്കും? ടോക്കിംഗ് ഓൺ സെൽ ഫോൺ വൈൽ ഡ്രൈവിംഗ് ഈസ് ആൻ ഒഫൻസ്, ഡു യു നോ ദാറ്റ്? അപ്പൊ നിനക്കറിയാമോ ഇത് ഡ്രൈവ് ചെയ്യുമ്പോ ഫോണിൽ സംസാരിക്കുന്നത് ഒരു ഒഫൻസ് ആണ് എന്നുള്ള കാര്യം? അല്ലെങ്കിൽ നമുക്ക് പറയാനുള്ള കാര്യമാണ്
The policeman asked the driver whether he was talking over his cell phone while driving. അത് നമ്മൾ ചോദിക്കും, നമ്മൾ പറയുന്നത്, നമ്മൾ എന്തായിരിക്കും ഈ പോലീസുകാരെ ഇന്നതായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. അപ്പോ ഫോൺ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നോ, ഡ്രൈവ് ചെയ്യുമ്പോൾ ഫോൺ യൂസ് ചെയ്യുകയായിരുന്നു എന്നായിരിക്കും ചോദിക്കുക. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, അപ്പോ സോ വാട്ട് റിപ്ലൈ ഡിഡ് ദ ഡ്രൈവർ ഗീവ്? എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? എന്ത് റിപ്ലൈ ആയിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കുക? No sir, I was not talking on my cell phone. I was watching a TV show on my iPod. എക്സാക്ട്ലി, അത്രേ ഉള്ളൂ. അപ്പൊ അത് ചോദിച്ചപ്പോഴാണ് നമ്മുടെ ഈ പുള്ളിക്കാരൻ, നമ്മുടെ ഡ്രൈവർ ഈ മറുപടി പറയുന്നത്. ഡു യു തിങ്ക് ഹി വാസ് ടെല്ലിംഗ് ദ ട്രൂത്ത്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവനൊരു ശരിയായിരിക്കും പറയുന്നത് എന്നുള്ളത്? Yes. വാട്ട്സ് യുവർ ഒപ്പീനിയൻ? ഇതൊക്കെ മനീഷിന്റെ ഉത്തരം എന്താ? Sir, ഞാനിപ്പോ പറഞ്ഞ whether he was talking over his cell phone while driving, അത് ഞാൻ ടെസ്റ്റിൽ എഴുതിയ സാർ. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. ക്വസ്റ്റ്യൻ അത് എഴുതി വെച്ചോ. പറഞ്ഞല്ലോ സർ, ഞാൻ സെൽഫോണിലല്ല സംസാരിച്ച ഒരു TV ഷോ ആണ് കണ്ടതെന്ന് സത്യം പറഞ്ഞല്ലോ. ഓക്കെ, അപ്പൊ എന്റെ ചോദ്യത്തിൽ ഡു യു തിങ്ക്, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മുടെ ഈ ഡ്രൈവർ പറഞ്ഞത് ശരിയായിരിക്കുമെന്ന്? അപ്പൊ മനീഷിന്റെ ആൻസർ യെസ് എന്നാണോ? പറയും, കുഴപ്പമില്ല, ഏത് ആൻസർ ആണെങ്കിലും കുഴപ്പമില്ല. Yes sir. യെസ്. സോ ബിക്കോസ് ഹി സെഡ്, അയാൾ ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് ശരിയായിരിക്കും എന്നാണ് മനീഷിന് തോന്നുന്നുണ്ട്. വാട്ട് ഡു യു തിങ്ക് അൻസ? What do you think? നമ്മുടെ ഈ ഡ്രൈവർ പറഞ്ഞത് ശരിയായിരിക്കുമോ ഈ പറഞ്ഞത്? Yes sir. ശരിയായിരിക്കും. എന്തുകൊണ്ടാ? സർ പറയ്. സർ, ഡ്രൈവറിന് അറിഞ്ഞൂടായിരിക്കും ഈ സെൽഫോൺ സംസാരിക്കാൻ പാടില്ല, പക്ഷേ ഈ വാച്ച് TV കാണലെന്ന് പറയാൻ അറിഞ്ഞൂടായിരിക്കും. ഇവിടെ മനസ്സിലായില്ല, ഒന്നുകൂടെ പറഞ്ഞേ. സർ, ഡ്രൈവറിന് അറിഞ്ഞൂടായിരിക്കും ഡ്രൈവ് ചെയ്യുമ്പോൾ TV കാണാൻ പാടില്ലെന്ന് ഫോണില്. ഓക്കെ ഓക്കെ, അത് അറിഞ്ഞൂടായിരിക്കാം, അല്ലെങ്കിൽ അറിയായിരിക്കാം, അത് നമുക്ക് നോക്കാം. ദിയോ, നീ എന്ത് പറയുന്നു? നമ്മുടെ ഈ ഡ്രൈവറ്, പ്രത്യേകിച്ചും നീ വണ്ടി ഓടിച്ചിട്ടുള്ള ഒരാളൂടെ, അപ്പൊ നീ പറ, ഇത് അതായത് നീ വണ്ടി എടുത്തോണ്ട് പോകുന്നത് ഞാനും കണ്ടിട്ടുള്ളത്. അത് അല്ല, നീ ഒന്ന് സ്കൂളിലൊന്ന് വണ്ടി എടുത്തോണ്ട് പോയതോ? ഞാൻ വീട്ടിലോടിക്കും. അപ്പോഴും ഞാനല്ലേ നിന്റെ അടുത്ത് ലൈസൻസ് ചോദിച്ചത്? അപ്പൊ നീ പറ. അപ്പൊ ഈ നമ്മുടെ ഈ ഡ്രൈവർ പറഞ്ഞത് ശരിയായിരിക്കോ തെറ്റായിരിക്കോ? എവിടെ ക്വസ്റ്റ്യൻ സർ? ഡു യു തിങ്ക് ഹി വാസ് ടെല്ലിംഗ് ദ ട്രൂത്ത്? വൈ? അയാൾ സത്യമായിരിക്കോ പറഞ്ഞിട്ടുണ്ടായിരിക്കുക? യെസ്. എന്തുകൊണ്ട്? ഓടിച്ചിരുന്ന ആള് TV കണ്ടോണ്ടിരുന്ന ഓടിച്ചു എന്ന് നിനക്കെങ്ങനെ അറിയാം? അത് ഇതില് പറയുന്നുണ്ടല്ലോ. ആ ഡ്രൈവർ തന്നെയല്ലേ പറയുന്നേ? അപ്പൊ ആ ഡ്രൈവർ പറയുന്നത് ശരിയായിരിക്കോ തെറ്റായിരിക്കോ? അതാ ചോദ്യം. ഡ്രൈവർ പറഞ്ഞു പുള്ളിക്കാരൻ TV കാണുകയായിരുന്നു, അല്ലാതെ ഇത് കാണുന്നതല്ല. അപ്പൊ അങ്ങനെയാണ്, അത് ശരിയായിരിക്കോ തെറ്റായിരിക്കും? തെറ്റായിരിക്കും. തെറ്റായിരിക്കും. എന്തുകൊണ്ടാ? ആ പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. വണ്ടി ഓടിച്ചിട്ടുള്ള ആള് പറയാണ്, പോലീസ് പിടിച്ചു കഴിഞ്ഞാല് ഇത് ഉടനെ അവിടെ നിന്ന് രക്ഷപ്പെടാനേ നോക്കത്തുള്ളൂ, അപ്പൊ എന്തെങ്കിലും കള്ളം പറഞ്ഞ് രക്ഷപ്പെടാനേ നോക്കത്തുള്ളൂ, അല്ലാതെ സത്യം പറയത്തില്ല, അല്ലേ? അതാണ്. അപ്പോ എനിക്കും തോന്നുന്നില്ല
പുള്ളിക്കാരൻ സത്യം പറഞ്ഞാണോ എന്ന്? ഐ ഡോണ്ട് തിങ്ക് സോ, ബിക്കോസ് വി യൂഷ്വലി like try to tell lies and try to escape from there. അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നോക്കും. അല്ലെങ്കിൽ ബിക്കോസ് I don't think so. Personally, I don't think so because usually such people tell lies first while questioning. അപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ എന്തെങ്കിലും ഒരു കള്ളം പറഞ്ഞു തുടങ്ങത്തുള്ളൂ. എന്നിട്ട് വീണ്ടും വീണ്ടും ചോദിച്ചാൽ മാത്രമേ സത്യം പുറത്തു വരത്തുള്ളൂ. അല്ലേ ദിയോ? ഓക്കെ. അപ്പൊ അത് ഇപ്പൊ യെസ് എന്ന് എഴുതുന്നവർക്ക് എഴുതാം. നിങ്ങൾക്ക് അതിൻ്റെതായ ഒരു ആൻസർ കൊടുക്കുക, എന്തുകൊണ്ടാണെന്നുള്ള ആൻസർ കൊടുക്കുക. പക്ഷെ സാർ ഇത് ഇവിടെ എഴുതണോ അതോ ഇവിടെ എഴുതണോ? എടാ അവിടെ എഴുതാനല്ല, ജസ്റ്റ് മോളില് ഇപ്പൊ ഇതിലുള്ള 3 ക്വസ്റ്റ്യൻസ് ഇല്ലേ, 4 ക്വസ്റ്റ്യൻസ് ഈ ഒരു കാർട്ടൂണിലുള്ള അതെ 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 ആ അവിടെ സൈഡിലങ്ങ് എഴുതിയാൽ മതി. ഇവിടെ ആയിട്ട് ഈ ക്വസ്റ്റ്യന്റെ അടുത്തായിട്ട് ആ അതെ, അതിൽ 3ാമത്തെ ക്വസ്റ്റ്യൻ. ആ 3ാമത്തെ ആൻസർ ഇപ്പൊ പറഞ്ഞു. നോ, ഐ ഡോണ്ട് തിങ്ക് സോ ബിക്കോസ് യൂഷ്വലി സച്ച് പീപ്പിൾ ടെൽ ലൈസ് ഫസ്റ്റ് വൈൽ ക്വസ്റ്റ്യനിങ്. നിങ്ങൾ വേണമെങ്കിൽ എഴുതി എടുത്തോ കേട്ടോ. നോ സാർ ഒന്നുകൂടെ പറയൂ. നോ, ഐ ഡോണ്ട് തിങ്ക് സോ. ഐ ഡോണ്ട് തിങ്ക് സോ because usually such people tell lies such people tell lies കള്ളം പറയും എന്നുള്ള ഇതാ. ഫസ്റ്റ് ടെൽ ലൈസ് ഫസ്റ്റ് FIRST ആദ്യം. while questioning ആൻസർ ഫുൾ എഴുതിയോ? ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് നോ, ഐ ഡോണ്ട് തിങ്ക് സോ. നോ, ഐ ഡോണ്ട് തിങ്ക് സോ because usually such people tell lies first while questioning. While questioning. സാർ while questioning അല്ലേ? Questioning. Okay, അടുത്ത. What message does the cartoon give us? എന്ത് മെസ്സേജ് ആയിരിക്കും തരുന്നത്? ഇതിലെന്ന് എന്ത് മെസ്സേജ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാർട്ടൂണിൽ നിന്ന്? Sir, using mobile phone while driving is against the traffic rules. Okay, using mobile phones while driving is against traffic rules. Okay, fine. That's good point actually. What else? അതെഴുതട്ടോ സാർ? എടാ അതുപോലെ ഇഷ്ടമുള്ള നിങ്ങൾക്ക് എന്ത് മെസ്സേജ് കിട്ടോ അതെന്തോണം എഴുതാം. Using mobile phones while driving, it's against traffic rule. But വേറെ എന്തൊക്കെ പറയാം? നമ്മളൊരു പ്രോപ്പർ മെസ്സേജ് എന്തായിട്ട് പറയാം? Using mobile phone while driving in traffic. എടാ ഇല്ല, ഇത് ഓക്കെ. നമുക്ക് വേറൊരു സെന്റൻസ് കൂടെ എഴുതാം, ഒന്നുകൂടെ പറഞ്ഞിട്ട് എഴുതാം. വെയിറ്റ്. ഓക്കെ, വേറെ എന്തൊക്കെ എഴുതാൻ പറ്റും?
നമുക്കൊരു മെസ്സേജ് ഓക്കെ എഗെയിൻസ്റ്റ് അതെന്ന് പറയുന്ന ഒരു ഫാക്റ്റാ. അതായത് ഇത് ട്രാഫിക് റൂളിന് എഗെയിൻസ്റ്റ് ആണ് വണ്ടി ഓടിക്കുന്നതെന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ എത്തിക്കലി അല്ലെങ്കിൽ മോറലി ഇഫ് വി കൺസിഡർ വി ക്യാൻ സേ ദാറ്റ് നെവർ യൂസ് മൊബൈൽ ഫോൺ വൈൽ ഡ്രൈവിംഗ്, ബിക്കോസ് ഇറ്റ്സ് നോട്ട് ഓൺലി എഗെയിൻസ്റ്റ് ട്രാഫിക് റൂൾ, it may lead to accident, it may cause a life loss or death. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാം, നെവർ യൂസ് മൊബൈൽ ഫോൺ വൈൽ ഡ്രൈവിംഗ്. കേട്ടോ? അപ്പൊ അത് എഴുതിയ നെവർ യൂസ് മൊബൈൽ ഫോൺ വൈൽ ഡ്രൈവിംഗ് അല്ലെങ്കിൽ സെൽ ഫോൺ വൈൽ ഡ്രൈവിംഗ്. കേട്ടോ ദിയോ? Yes, sir. വണ്ടി ഓടിക്കുമ്പോ ഫോൺ യൂസ് ചെയ്യരുതെന്ന്. അത് ഞാൻ കാർ ഓടിക്കുമ്പോ ഫോൺ കളിക്കും. നീ കാർ ഓടിക്കോ? കാർ ഓടിച്ചിട്ടില്ല, പപ്പ ഓടിക്കുമ്പോ. അല്ല, അത് ഓടിക്കുന്ന ആള് ഇത് ചെയ്യരുത്. കേട്ടോ? നെവർ യൂസ് മൊബൈൽ ഫോൺ വൈൽ ഡ്രൈവിംഗ്. സർ ഇത് നോട്ടിൽ എഴുതണോ? എഴുതണം. ഈ ക്വസ്റ്റ്യനും അതിന്റെ ആൻസർ ആയിട്ട് എഴുതണം. ഓക്കെ. ഹെഡിങ് ഒന്നും വേണ്ട സർ, ആക്ടിവിറ്റി 4 ഒന്ന് എടുത്തോ. ആക്ടിവിറ്റി 4. അപ്പോ അതിനർത്ഥം കണ്ടോ, ഇവിടെ ഒരു ആക്സിഡന്റ് നടന്ന ഒരു ഇതുണ്ട്. അപ്പോ ആക്സിഡന്റ് നടന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ആക്സിഡന്റ് നടന്നിട്ടുണ്ട്, അപ്പൊ ഫോൺ യൂസ് ചെയ്തിരുന്നുണ്ടാവാം പുള്ളിക്കാരൻ ഇതേപോലെ ആക്സിഡന്റ് ഉണ്ടായത്. പക്ഷെ ഇവിടെ കള്ളം പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ. ദ കാർട്ടൂൺ ഹ്യൂമറസ്ലി കൺവെയ്ഡ് ദ മെസ്സേജ് അഗെയിൻസ്റ്റ് റാഷ് ഡ്രൈവിംഗ്. ഇപ്പോ നമ്മൾ നേരെയുള്ള ഡ്രൈവിംഗ് അല്ല, ഇപ്പൊ റാഷ് ഡ്രൈവിംഗ് എന്ന് പറയുമ്പോൾ നമ്മള് ഒരു തെറ്റായ രീതിയിൽ ഉള്ള ഒരു ഡ്രൈവിംഗ്, അതായത് ഭയങ്കര സ്പീഡ്, ട്രാഫിക് റൂൾസിന് അഗെയിൻസ്റ്റ് ആയിട്ട് റൂള് ഇങ്ങനെ വെട്ടിത്തിരിച്ചൊക്കെ പോവുക. ഇപ്പൊ നമ്മൾ ചില ബൈക്കുകളും കാര്യങ്ങളും പോകുന്ന കണ്ടിട്ടില്ലേ, ഇങ്ങനെ ബൈക്കിന്റെ 2 വണ്ടിയുടെ ഇടയിൽ കൂടെ ഒക്കെ എടുത്തുകൊണ്ട് പോവുക. അപ്പൊ അത്തരം ഡ്രൈവിംഗ് നമുക്ക് ഡ്രൈവിംഗ് എന്ന് പറയാം. ദിയോ, നീ അങ്ങനെയാണോ പോണേ? ഞാൻ പുറത്തൊന്നും ഇറങ്ങൂല, വീട്ടിന്റെ പുറത്ത് നല്ല സ്ഥലമുണ്ട്, അവിടെ തന്നെ കളിക്കുള്ളൂ. അപ്പോ ദിസ് കാർട്ടൂൺ ഹ്യൂമറസ്ലി, അതായത് ഒരു എന്താ പറയാ, ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിൽ, ഒരു ഫൺ ആയിട്ടുള്ള രീതിയിൽ ഒരു മെസ്സേജ് തരുന്നു എഗെയിൻസ്റ്റ് റാഷ് ഡ്രൈവിംഗ്. ഇങ്ങനെ ഫോൺ യൂസ് ചെയ്തും ഇങ്ങനെയൊന്നും വണ്ടി ഓടിക്കരുത് എന്നുള്ള ഒരു മെസ്സേജ് തരുന്നുണ്ട്. ഹിയർ ഇസ് എ പോലീസ്മാൻ ഹു റഷ് ടു എ സ്പോട്ട് വെയർ ആൻ ആക്സിഡന്റ് ഒക്കേർഡ്. അപ്പൊ ഇവിടെ നമുക്കൊരു പോലീസുകാരനെ കാണാം, പുള്ളിക്കാരൻ ഈ ആക്സിഡന്റ് നടന്നെടുത്ത് പോകുന്നത്. He asked a few questions to the driver. The answers the driver gave are given below. Guess the question the policeman asked and write them in the table below. അപ്പോ നമ്മൾ കഴിഞ്ഞ ആക്ടിവിറ്റി ചെയ്തതുപോലെ തന്നെയാണ് ഇവിടെ ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. ഓക്കെ. ഫസ്റ്റ്, ഐ വാസ് ഡ്രൈവിംഗ് അറ്റ്, അപ്പൊ ഈ ആക്സിഡന്റ് നടന്നിടത്താണ് പുള്ളിക്കാരൻ വന്ന് ചോദിക്കുന്നത്. അങ്ങനെയാണ് എന്തൊക്കെ ചോദിച്ചിട്ടുണ്ടാവാം എന്നുള്ളതാണ് നോക്കേണ്ടത്. ഐ വാസ് ഡ്രൈവിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 70 km/h. അപ്പോ പറയുകയാണ്, ഉത്തരം പറയുകയാണ്, ഞാൻ 70 km/h എന്ന സ്പീഡിലാണ് വണ്ടി ഓടിച്ചിരുന്നത്. അപ്പൊ എന്ത് ചോദ്യമായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? Sir, at what speed were you driving? ഓക്കെ, അത്രയും നമ്മൾ ലെങ്തി ആക്കാതെ കുറച്ചുകൂടെ ഷോർട്ട് ആയിട്ട് പറഞ്ഞു നോക്കിയേ. So because we just need to know only the driving speed. So what can we ask? In which speed did you drive? In which speed did you drive? അത് അത്രയും നമ്മൾ ലെങ്തി ആയിട്ട് അങ്ങനെ പറയണോ? Yes, sir. എന്തായിരിക്കും ക്വസ്റ്റ്യൻ? എന്തായിരിക്കും ക്വസ്റ്റ്യൻ? ആഷ്ന പറയാ, അൺമ്യൂട്ട് ചെയ്യ്, പറയും.
in how many speed did you drive? ഹൗ മെനി എന്ന് പറഞ്ഞാൽ ഇത് എത്ര എണ്ണം എന്നാണ് ചോദ്യം. പക്ഷെ നമുക്കിവിടെ എത്രയായിരുന്നു അതിന്റെ സ്പീഡ് എന്ന് അറിഞ്ഞാൽ മതി. അപ്പൊ എന്ത് ചോദിക്കാം? How was you driving the speed? ഹൗ എന്നാണോ? ഹൗ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ എന്നാണ്. പക്ഷെ നമുക്ക് അതിനൊരു എന്ത്, എത്ര അല്ലെങ്കിൽ എന്ത് എന്ന് ചോദിക്കും. അപ്പൊ എന്തായിരിക്കും ക്വസ്റ്റ്യൻ വേർഡ്? വിച്ച് അല്ലെ, എത്ര അല്ലെങ്കിൽ ഏത് എന്നുള്ളതിന് എന്ത് ചോദിക്കും? എന്തായിരുന്നു? How many? ഹൗ എന്നല്ല ചോദിക്കുക. How many? അല്ല, ഹൗ മെനി എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം എന്നാണ്. അറ്റ് ഒന്നും വേണ്ട. നിങ്ങൾ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വേർഡ് പറയൂ. Sir, how much? ഓക്കെ, വാട്ട് ആയിരിക്കോ, ഹൗ ആയിരിക്കോ, വൈ ആയിരിക്കോ, ഏതായിരിക്കും? What? ഓക്കെ, വാട്ട് ആണെങ്കിൽ എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ഫോം ചെയ്യാൻ പറ്റുക? What speed did you drive? At what speed did you drive? ഓക്കെ, അല്ല വേറെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. വാട്ട് വാസ് യുവർ ഡ്രൈവിംഗ് സ്പീഡ്? എത്രയായിരുന്നു അല്ലെങ്കിൽ ഏത് സ്പീഡിലായിരുന്നു നീ വണ്ടി ഓട്ടിച്ചിരുന്നത്? വാട്ട് വാസ് യുവർ ഡ്രൈവിംഗ് സ്പീഡ്? മനസ്സിലായോ? അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇതിന് കൂടുതൽ ചിന്തിക്കണ്ട. ജസ്റ്റ് ഫോക്കസ് ഓൺ ദാറ്റ് പർട്ടിക്കുലർ പോയിന്റ്. സോ വാട്ട് വാസ് യുവർ ഡ്രൈവിംഗ് സ്പീഡ്? Sir, ഇത് നോട്ടിൽ എഴുതണോ? എഴുതണം. എടാ എല്ലാം ഈ കോളം തന്നെ വരച്ചെഴുതണോ? അങ്ങനെ കോളം വരയ്ക്കുക, അല്ലെങ്കിൽ അല്ലാതെ എഴുതിയാലും കുഴപ്പമില്ല. ക്വസ്റ്റ്യനും ആൻസറും ആ രീതിയിൽ അങ്ങനെ എഴുതിയാലും മതി. അതെല്ലാ ക്വസ്റ്റ്യനും എഴുതണമെന്നില്ല. ഇത് ഇവിടെ ജസ്റ്റ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ക്വസ്റ്റ്യൻസ് ദ പോലീസ്മാൻ asked to write them in below. ഇത്ര എഴുതിയാൽ മതി. Sir, question എന്തായിരുന്നു കേട്ടി? അല്ല, ഓക്കെ ഓക്കെ. അപ്പൊ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതാം. വാട്ട് വാസ് യുവർ ഡ്രൈവിംഗ് സ്പീഡ്? എന്തായിരുന്നു, ഏത് സ്പീഡിലായിരുന്നു നീ വന്നിരുന്നത്? വാട്ട് വാസ് യുവർ ഡ്രൈവിംഗ് സ്പീഡ്? അടുത്ത രണ്ടാമത്തത്, ഐ വാസ് റഷിംഗ് ടു ദ ഹോസ്പിറ്റൽ. ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവുകയായിരുന്നു. Where are you going? പക്ഷെ നമ്മൾ ഒരു കാര്യം ഇവിടെ ചിന്തിക്കുക. ഇവിടെ ആക്സിഡന്റ് നടന്നു കഴിഞ്ഞു. അപ്പോ അവരെവിടെയോ പോവുകയായിരുന്നു, സമ്മതിച്ചു. പക്ഷെ അല്ലാതെ ഇപ്പൊ പോകുന്നില്ല. ഇപ്പൊ വേർ ആർ യു ഗോയിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് നീ എവിടേക്കാണ് പോകുന്നത് എന്നാണ്. പക്ഷെ ഇവിടെ ഇപ്പൊ ആക്സിഡന്റ് നടന്നു. അപ്പൊ ചോദിക്കാം, എവിടെ ആയിരുന്നു നീ പോയിരുന്നത്? അപ്പോ വേർ ആറിന്റെ പാസ്റ്റ് ഫോം എന്തായിരിക്കും? ഓക്കെ, അപ്പോ എന്തായിരിക്കും ക്വസ്റ്റ്യൻ അവിടെ എങ്ങനെ വരും? Where were you going? എവിടെയായിരുന്നു നീ പോകുന്നത്? എവിടെ പോവുകയായിരുന്നു? were you going? ഫസ്റ്റത്തെ വേറിന്റെ സ്പെല്ലിംഗ് എന്താ? WHERE. അപ്പൊ രണ്ടാമത്തെ വേറിന്റെ സ്പെല്ലിങ്ങോ? WERE. Okay, അപ്പോ where were you going? അപ്പോ I was rushing to hospital. Because ആൻസർ എന്ന് പറയുന്നത് എല്ലാം പാസ്റ്റ് ഫോമില. അതുകൊണ്ടാണ് വാട്ട് വാസ് യുവർ ഡ്രൈവിംഗ് സ്പീഡ്. അപ്പൊ where you, അപ്പൊ എല്ലാം പാസ്റ്റിലാ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ക്വസ്റ്റ്യനും പാസ്റ്റിൽ തന്നെ ആയിരിക്കണം. ഓക്കെ. മൈ മദർ ഈസ് ഹോസ്പിറ്റലൈസ്ഡ്. എന്റെ അമ്മ ആശുപത്രിയിലാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കാം? Why do you go to the hospital? Why do you go to the What? Okay, wait. നമുക്കത് കറക്റ്റ് ചെയ്തു പോ. ഇപ്പൊ why do you go to hospital എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് ഹോസ്പിറ്റലിൽ പോകുന്നത് എന്നാവും. why do you അല്ലെങ്കിൽ why did you അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് ഇത് എന്തിന് അല്ലെങ്കിൽ എന്തിന് ഹോസ്പിറ്റലിൽ പോയി എന്നുള്ള ആ ഒരു ഇതാവും. പക്ഷെ സിമ്പിൾ ആയിട്ട് നമുക്ക് അവിടെ എന്ത് ചോദിക്കാം? Who is the patient? ഇല്ല, ഹോസ്പിറ്റൽ. ഓക്കെ, ഇല്ല,
മൈ മദർ ഈസ് ഹോസ്പിറ്റലൈസ്. അപ്പൊ പറയാണ്, ഇപ്പൊ ആരെങ്കിലും ചോദിക്കുകയാണ് എന്ത് പറ്റി, ഐ വാസ് റഷിംഗ് ടു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു. അപ്പൊ ഉടനെ ചോദിക്കും എന്ത് പറ്റി, അപ്പോഴാണ് ആരോ പറഞ്ഞല്ലോ വാട്ട് ഹാപ്പൻഡ് എന്ന്. ആരാ പറഞ്ഞേ? വാട്ട് ഹാപ്പൻഡ് എന്ന്. ഓക്കെ, അത്രേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട്. വാട്ട് ഹാപ്പൻഡ്, എന്ത് പറ്റി, എന്തിനാ നീ ഹോസ്പിറ്റലിൽ? ഇപ്പൊ ഞാൻ പറയാണ്, ഞാൻ ഐ വാസ് റഷിംഗ് ടു ദ ഹോസ്പിറ്റൽ. ഓക്കെ, സോ വാട്ട് ഹാപ്പൻഡ്? അപ്പോൾ പറയും മൈ മദർ ഈസ് ഹോസ്പിറ്റലൈസ്ഡ്. അപ്പൊ പറയണം അപ്പൊ എന്ത് പറ്റി, അത്രയും ഏറ്റവും സിമ്പിൾ ആയിട്ട്, നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് ചിന്തിക്കുക, അല്ലാതെ വെറുതെ കാടുകയറി ചിന്തിച്ച് ഇങ്ങനെ കുളമാക്കണ്ട. ജസ്റ്റ് സിമ്പിൾ ആയിട്ട്, ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മൾ മാക്സിമം ചിന്തിക്കുക. ഓക്കെ, എന്ത് പറ്റി, വാട്ട് ഹാപ്പൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ആൻസർ നോക്കിയോ. യെസ് സർ, ഐ വാസ് ടോക്കിംഗ് ഓവർ മൈ മൊബൈൽ ഫോൺ ആസ് ദ ഡോക്ടർ കോൾഡ്. അപ്പോ ഇപ്പൊ ഉത്തരം പറയാണ്, അതെ സർ, ഞാന് ഫോണിൽ സംസാരിക്കുകയായിരുന്നു, ആസ് ദ ഡോക്ടർ കോൾഡ്. എന്റെ ഡോക്ടർ വിളിച്ചപ്പോ ഞാന് ഡോക്ടറിന്റെ അടുത്ത് ഫോണിൽ സംസാരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അവിടുത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുക? Who were you talking to the mobile phone? ഇതിന്റെ ആൻസർ ഒന്ന് നോക്കിക്കേ. ആൻസർ നോക്കിക്കഴിഞ്ഞാൽ we can see that his answer is yes sir, I was talking over my mobile phone. അപ്പോൾ അതാണ് അവിടുത്തെ ഇമ്പോർട്ടന്റ് പോയിന്റ്. I was talking over my mobile phone. പിന്നീടേ അത് വരുന്നുള്ളൂ മൊബൈൽ ഫോൺ ആസ് the doctor called. അപ്പൊ അത് അവിടെ നമ്മൾ ആസ് ഡോക്ടർ കോൾഡ് എന്ന് പറയുന്നത് അത് നമ്മൾ വിശദീകരിക്കുന്നതാണ്. നീ ഇപ്പൊ ഇത് അപ്പൊ ഇത്രയും ചോദിക്കത്തുള്ളൂ, നീ ഇങ്ങനെ ആക്സിഡന്റ് ഉണ്ടായല്ലോ, അപ്പൊ നീ ഫോണിൽ സംസാരിക്കുകയായിരുന്നോ എന്ന് ചോദിച്ചാലേ പറഞ്ഞു യെസ് സാർ, ഞാൻ സംസാരിക്കുകയായിരുന്നു, കാരണം ഇത്. അപ്പൊ നമ്മൾ കാരണം കൂടെ പറയുമല്ലോ, പോലീസ് അല്ലേ, അപ്പൊ അതുകൊണ്ട് കാരണം കൂടെ പറയുമല്ലോ. അപ്പോൾ ആസ് ദ ഡോക്ടർ കോൾഡ്, ഡോക്ടർ വിളിച്ചത് കൊണ്ടാണ് ഞാൻ സംസാരിച്ചത് എന്നുള്ള രീതിയിൽ. അപ്പൊ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? ഡോക്ടർ ആണോ അല്ലെങ്കിൽ ആരാണ് എന്നുള്ള കാര്യം പോലീസുകാർക്ക് അറിയേണ്ട കാര്യമില്ല. ഇപ്പൊ ഡോക്ടർ ആയിരുന്നോ അല്ലെങ്കിൽ വീട്ടിലെന്നായിരുന്നോ എന്നുള്ള കാര്യം പോലീസ് കേസ് എടുക്കാൻ വേണ്ടിട്ട് അവര് ദേഷ്യത്തിലൊക്കെ ആയിരിക്കും ചോദിച്ചോണ്ട് നിൽക്കുക. അപ്പോ ഇത് എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ട്? നീ ഫോൺ യൂസ് ചെയ്യുകയായിരുന്നോ ഈ ആക്സിഡന്റ് ഉണ്ടായപ്പോ എന്നേ ചോദിക്കത്തുള്ളൂ, അല്ലേ? അപ്പൊ അതിന് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? You use the phone. Do you use the phone? You use the phone. You use the phone. അങ്ങനെയാണെങ്കിൽ നീ ഫോൺ ഉപയോഗിക്ക് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ നീ ഫോൺ യൂസ് ചെയ്യുകയായിരുന്നോ, അങ്ങനെയാണെങ്കിൽ എന്ത് ചോദിക്കും? പാസ്റ്റ് ടെൻസ് ആണ്. You used that phone. Were you talking over the mobile phone? Were you talking over your mobile phone? Right. അപ്പൊ അതായത് നീ നിന്റെ ഫോണില് സംസാരിക്കുകയായിരുന്നോ. Were you എങ്ങനെ വന്നു? നമ്മൾ ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടാക്കും? യു വേർ, ഇപ്പൊ യു വേർ ടോക്കിംഗ് ഓവർ ദി മൊബൈൽ ഫോൺ, അതിനെ ക്വസ്റ്റ്യൻ വേർഡ് എങ്ങനെ മാറ്റും? അതിന്റെ വെർബ് വേറിനെ ആദ്യം കൊണ്ടുവരിക, യുവിനെ രണ്ടാമതാക്കുക, വേർ യു. അപ്പൊ അത് ക്വസ്റ്റ്യൻ മാർക്കായിട്ട് മാറും. വേർ യു ടോക്കിംഗ് ഓവർ ദി മൊബൈൽ ഫോൺ, വേർ യു. ഓക്കെ, അപ്പൊ അത് പറഞ്ഞു. അപ്പോഴും പറയാം യെസ് സാർ, ഐ വാസ് ടോക്കിംഗ് ഓവർ മൈ മൊബൈൽ ഫോൺ ആസ് ഡോക്ടർ കോൾഡ്. അടുത്ത നെക്സ്റ്റ് വൺ, യെസ് സാർ, ഐ നോ ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് ട്രാഫിക് റൂൾ. അപ്പോ ഇവിടെ പറയുകയാണ് യെസ് സർ, ഐ നോ ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് ട്രാഫിക് റൂൾ. അപ്പൊ എന്തോ ചോദിച്ചപ്പോഴും പറയാണ് സാർ എനിക്കറിയാം ഇത് ട്രാഫിക് റൂളിന് എതിരാണ് എന്നുള്ള കാര്യം എനിക്കറിയാം എന്ന് പറയാം. അപ്പൊ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? You don't know there is traffic rules. ഒന്നുകൂടെ ആരെങ്കിലും ഒരാൾ പറഞ്ഞേ, ദിയോ പറഞ്ഞേ. You don't know there is traffic rules. മലയാളത്തിൽ എങ്ങനെ പറയും? നിനക്ക് അറിഞ്ഞുകൂടെ അവിടെ ട്രാഫിക് റൂൾ ഉണ്ടെന്ന്? എവിടെ?
അവിടെ ഓക്കെ മനീഷ് വെയിറ്റ് ചെയ്യ്, മനീഷ് ഒന്ന് വെയിറ്റ് ചെയ്യേ, ഞാൻ വരാം. അത് ഓക്കെ. അപ്പൊ ദിയോ എവിടെ Yes, sir. ട്രാഫിക് റൂൾ ഉണ്ടെന്ന്? You don't know your front side is traffic rule. ഫ്രണ്ട് സൈഡോ? അതെങ്ങനെയാടാ? അല്ല നീയേ ട്രാഫിക് റൂൾ എന്ന് പറയുന്നത് എന്തോന്നാണ് ട്രാഫിക് റൂൾ? ട്രാഫിക്കിന്റെ റൂൾ എന്തോന്നാണ് ഈ റൂള്? നമ്മളിങ്ങനെ പോകുമ്പോ ആ സിഗ്നലൊക്കെ കാണുന്ന ആ പോസ്റ്റല്ലേ, അതാണോ ട്രാഫിക് റൂള്? അത് മാത്രമല്ല വേറെയും ഉണ്ട്. വേറെ എന്താ ഉള്ളേ? എടാ അതെന്ന് പറയുന്നത് സിഗ്നലാ, അത് സിഗ്നൽ പോസ്റ്റാ. റൂൾ എന്ന് പറഞ്ഞാൽ നിയമം എന്നാണ് അർത്ഥം. ട്രാഫിക് റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാഫിക് നിയമങ്ങൾ എന്നാണ് അർത്ഥം. ട്രാഫിക് നിയമമാണ് നമ്മൾ പാലിക്കേണ്ടത്. ആ നിയമങ്ങളിൽ ഒന്നാണ് റെഡ് സിഗ്നൽ കിട്ടുമ്പോ അവിടെ നിർത്തണമെന്നുള്ളതും, പച്ച വരുമ്പോൾ പോകണമെന്നുള്ളതും, മഞ്ഞ വരുമ്പോൾ ഇനിയിപ്പോ നിർത്താനുള്ള സമയം ചുവപ്പ് നിർത്താൻ അതുകൊണ്ട് സ്ലോ ചെയ്ത് ഒന്നിനും നിർത്തി പോണം എന്നുള്ള കാര്യം ഇതെല്ലാം പറയുന്നത്. അതെല്ലാം ആ ട്രാഫിക് റൂളിലുള്ള കാര്യങ്ങൾ, ആ നിയമത്തിലുള്ള കാര്യങ്ങളാണ്. സോ അതുകൊണ്ട് കൺഫ്യൂഷൻ ആവല്ലേ, അതായത് കൺഫ്യൂസ്ഡ് ആവരുത് റൂളും ഇത് എന്താണെന്നുള്ള കാര്യം. അപ്പൊ റൂൾ എന്ന് പറയുമ്പോ നിയമങ്ങൾ. അപ്പൊ ഇവിടെ ചോദിക്കുകയാണ്, നിനക്ക് ഇത് നിയമവിരുദ്ധമാണെന്ന് നിനക്കിത് അറിയത്തില്ലേ? ഫോൺ യൂസ് ചെയ്യുന്നത് നിയമവിരുദ്ധമാണെന്ന് അറിയത്തില്ലേ എന്നായിരിക്കും ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ എങ്ങനെ പറയും അൻസ? എങ്ങനെ പറയും? അത് അൺമ്യൂട്ട് ഇല്ല. ഇപ്പൊ നിയമവിരുദ്ധമല്ലേ ഇത്, ഇപ്പൊ ഇങ്ങനെ ഫോണൊക്കെ യൂസ് ചെയ്യുന്നത് നിയമവിരുദ്ധമല്ലേ എന്ന് ഉള്ള കാര്യം ചോദിക്കുകയാണ്, പോലീസ് ചോദിക്കുകയാണ്. അതായത് ഇത് ഫോൺ യൂസ് ചെയ്യുന്ന നിയമവിരുദ്ധമാണെന്ന് നിനക്കറിയത്തില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോ എങ്ങനെ ചോദിക്കും? പറയ്. Okay, Manish. Don't you know it is against the traffic rules? Don't you know it is against traffic rule? അല്ലെങ്കിൽ don't you know offensive on traffic rules? അല്ലെ don't you know it is against traffic rule? അപ്പൊ പറയാണ് yes sir I know it is against traffic rule. അപ്പൊ don't you know നിനക്കറിയത്തില്ലേ? You know എന്ന് വെച്ചാൽ നിനക്കറിയാം. Don't you know ഇത് നിനക്കറിയത്തില്ലേ? നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻ വേർഡ് അടുത്ത ഗ്രാമർ എടുക്കുമ്പോൾ കുറച്ചുകൂടെ കണ്ടിന്യൂ ചെയ്തിട്ട് കുറച്ചുകൂടെ ആ ഒരു പോർഷൻ ക്വസ്റ്റ്യൻ ഫോർമേഷൻ നമുക്കൊന്ന് നോക്കാം കേട്ടോ, കുറച്ചുകൂടെ പ്രോപ്പർ ആയിട്ട്. ഓക്കെ, അപ്പോ ഇത് ഡോണ്ട് യു നോ ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് ട്രാഫിക് റൂൾസ്. അപ്പൊ പറയാണ് യെസ് സർ ഐ നോ ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് ട്രാഫിക് റൂൾ. നെക്സ്റ്റ് വൺ, നോ സർ ഐ വിൽ നെവർ അഗെയിൻ യൂസ് മൊബൈൽ ഫോൺ വൈൽ ഡ്രൈവിംഗ്. അപ്പൊ എന്തോ ചോദിച്ചപ്പോ പറയാ ഇല്ല സാർ ഞാൻ ഇനി ഒരിക്കലും ഫോണ് ഇത് ഡ്രൈവ് ചെയ്യുമ്പോ ഫോണ് യൂസ് ചെയ്യത്തില്ല. അപ്പൊ എന്തായാലും ചോദിച്ചിട്ടുണ്ടാവുക? Sir, will you again use mobile phone while driving? Will you use again mobile phone while driving, right? Okay, വേറെ ഏതെങ്കിലും ആൻസർ ഉണ്ടോ? അൻസ, ഹസിൻ, അഫ്സൽ, ആൻസർ ഉണ്ടോ? Never use mobile phone while driving. ഓക്കെ, വിൽ യു യൂസ്, അത് ശരിയാണ്. വേറെ ഏതെങ്കിലും ആൻസർ ഉണ്ടോ ഞാൻ ചോദിച്ചതാ. ലൈക്ക് വേറെ ഏതെങ്കിലും ആൻസർ ഉണ്ടോ ആർക്കെങ്കിലും? ആഷ്ന, എന്തെങ്കിലും ഉണ്ടോ? Yes sir.
ഓക്കെ, നമുക്കപ്പോ ഇങ്ങനെ എഴുതാം. വിൽ യു യൂസ് മൊബൈൽ ഫോൺ വൈൽ ഡ്രൈവിംഗ്? നീ ഇനി അടുത്ത വേണ്ട. അപ്പൊ വിൽ യു യൂസ് മൊബൈൽ ഫോൺ വൈൽ ഡ്രൈവിംഗ്? നീ ഇനി ഫോൺ യൂസ് ചെയ്യോ, അതായത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നീ ഇനി ഫോൺ യൂസ് ചെയ്യോ എന്ന് ചോദിക്കുക. അപ്പൊ പറയാ, നോ സർ, ഐ വിൽ നെവർ അഗെയിൻ യൂസ് മൊബൈൽ ഫോൺ വൈൽ ഡ്രൈവ്. ഞാൻ ഒരിക്കലും ഡ്രൈവ് ചെയ്യുമ്പോൾ ഫോൺ യൂസ് ചെയ്യത്തില്ല എന്ന്. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കേണ്ടത്. കേട്ടോ? സാർ ഫോർത്ത് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഏതാ? ഇതാണോ? യെസ് സർ, ഐ വാസ് ടോക്കിംഗ് ഓവർ മൈ മൊബൈൽ ഫോൺ ആസ് ഡോക്ടർ കോൾഡ്. അതാണോ? അതാണെങ്കിൽ എന്താ പറയുന്നത്? I was rushing on the hospital. My mother is hospitalized. Yes, sir, I was talking over my mobile phone. Okay. Were you talking over your mobile phone? Were you talking over your mobile phone? നീ നിന്റെ ഫോണിൽ സംസാരിക്കുകയായിരുന്നോ? ഓക്കെ, ഇത് ചിലപ്പോ ഞാന് ഇത് എക്സാമിന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോവാം. Look at the passage taken from the story. Certain words in it are missing. അപ്പൊ നമ്മൾ കുറച്ച് ഇത് അടുത്തൊരു പാസേജ് നോക്കുകയാണ്. അതിലാണെങ്കിൽ കുറച്ച് വേർഡ് മിസ്സിംഗ് ആണ്. The missing word tells more about the actions. അതില് ആ മിസ്സിംഗ് വേർഡ്സ് എന്ന് പറയുന്നത് ആക്ഷൻസിനെ കാണിക്കുന്നു, അല്ലെങ്കിൽ എന്ത് പ്രവർത്തികളൊക്കെ കാണിക്കുന്നതാണ്. റീവിസിറ്റ് ദ സ്റ്റോറി ആൻഡ് ഫൈൻഡ് ഔട്ട് ദ മിസ്സിംഗ് വേർഡ്സ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഈ കഥ നോക്കിയിട്ട് അതിൽ ഏതൊക്കെ മിസ്സിംഗ് വേർഡ്സ് ആണെന്നുള്ള കാര്യം നോക്കണം. Gracie, please. Lily begged again. I won't let you in under my umbrella, Gracie said. Lily could not control her tears. She wept. The rain also was cruel to her. It came down on her. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോ ഇതിൽ ഏതൊക്കെയോ വേർഡ്സ് മിസ്സിംഗ് ആണ്. അത് നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കിയിട്ട് കണ്ടുപിടിക്കണം. ഏതൊക്കെ വേർഡ്, അതായത് ടെക്സ്റ്റ് വായിച്ചതിന് ശേഷം ഇതില് എവിടെ അതിൽ എന്തോ കുറച്ച് കാര്യങ്ങള് ഈ ഒരു പാരഗ്രാഫിൽ എന്തോ കുറച്ച് കാര്യങ്ങൾ മിസ്സിംഗ് ആണ്. ജിയോയ്ക്ക് ഉറക്കം വരുന്നുണ്ട്. ഇത് അപ്പോ ഇത് ആൻസർ കണ്ടുപിടിക്കണം. കേട്ടോ? അത് നിങ്ങൾക്കുള്ള ആക്ടിവിറ്റി. അതായത് ഈ ഒരു പാരഗ്രാഫ്, ഗ്രേസി പ്ലീസ് ലില്ലി ബെഗ്, ഈ ഒരു പാരഗ്രാഫ് വായിക്കുമ്പോൾ ടെക്സ്റ്റിൽ നിങ്ങൾ എടുത്ത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ആൻസർ കിട്ടും. കേട്ടോ? ഓക്കെ ആണോ? സാർ അതിന്റെ വാക്കുകൾ ഈ വരിയിലാണ് എഴുതുന്നത്. അതിന്റെ വാക്കുകള് ഇതിന്റെ വരിയിലോ? അതായത് നോട്ടിൽ എഴുതുക. അതായത് ആ പാരഗ്രാഫ് ഫുൾ ആയിട്ട്, അതായത് ഈ ഒരു ആക്ടിവിറ്റി 5 എന്ന് എഴുതിയിട്ട് ഈ ഒരു പാരഗ്രാഫ് നോക്കി അതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നോട്ടിൽ എഴുതുക. സർ ഈ പാരഗ്രാഫ് എഴുതണം ആദ്യം, എന്നിട്ട് നമ്മൾ ഈ വേർഡുകളെല്ലാം കൂട്ടിച്ചേർത്ത് ഈ പാരഗ്രാഫ് വീണ്ടും എഴുതണോ? എടാ, ഈ പാരഗ്രാഫ് എഴുതണ്ട, ഇതിനെ കറക്റ്റ് ചെയ്തുള്ള പാരഗ്രാഫ് എഴുതിയാൽ മതി. ഓക്കെ സർ. ഓക്കെ, ആക്ടിവിറ്റി 5 എന്ന് എഴുതിയിട്ട് ക്വസ്റ്റ്യൻ ഒന്നും വേണ്ട, ആക്ടിവിറ്റി 5 എന്ന് എഴുതിയിട്ട് ഇതിന്റെ ആൻസർ മാത്രം കറക്റ്റ് ചെയ്ത് എഴുതുക. കേട്ടോ? Okay, sir. Now read the following story. Some words are underlined in it. Select apt words from the box below and place them before action words. ഈ പാരഗ്രാഫിൽ മിസ്സിംഗ് ആയിട്ടുള്ള വേർഡ്സ് ആണ് അണ്ടർ ഈ വരയിൽ എഴുതാനുള്ളത്. ഏതിലാ മിസ്സിംഗ് ആയിട്ടുള്ളത്? അതെ, മിസ്സിംഗ് വേർഡ്സ് അതില് നോക്കി എഴുതുക. കേട്ടോ? ഓക്കെ സർ. ഇനി അടുത്ത്,
അപ്പൊ ഈ സ്റ്റോറി നോക്കുക. സ്റ്റോറി നോക്കിയത് ഇപ്പൊ ഇവിടെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ സെലക്ട് ആപ്റ്റ് വേർഡ്സ് ഫ്രം ദ ബോക്സ് ബിലോ ആൻഡ് പ്ലേസ് ദം ബിഫോർ ദ ആക്ഷൻ വേർഡ്സ്. അപ്പൊ ഈ ആക്ഷൻ വേർഡ്സിന് മുമ്പിലായിട്ട് ആ വാക്കുകൾ ചേർത്ത് ഈ സെന്റൻസിന്, ഈ പാരഗ്രാഫിന് കുറച്ചുകൂടെ അർത്ഥമുള്ളത് ആക്കണം. അതാണ് നമ്മുടെ ജോലി. ഓക്കെ. വൺസ് അപ്പോൺ എ ടൈം there lived a hare and a tortoise in the forest. അപ്പോൾ ഒരു ആമയും മുയലും അവിടെ ഉണ്ടായിരുന്നു. ഹെയർ മീൻസ് മുയല്, ആമയും ഉണ്ടായിരുന്നു. The hare always talked about his speed. അപ്പൊ ടോക്ക് എന്ന് പറയുന്ന ഒരു വാക്ക് അവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ടോക്കിന്റെ കൂടെ നമ്മൾ താഴെ തന്നിരിക്കുന്ന ഏതോ ഒരു വേർഡ് ചേർത്ത് കഴിഞ്ഞാല് കുറച്ചുകൂടെ അർത്ഥപൂർണ്ണമാവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏത് വാക്കായിരിക്കും ചേർക്കുക? The hare always talked about his speed. ആ പുള്ളിക്കാരന്റെ സ്പീഡിനെ പറ്റിയാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. പ്രൗഡ്ലി, അതായത് അഭിമാനപൂർവം പറഞ്ഞുകൊണ്ടിരുന്നു about his speed, അവന്റെ സ്പീഡിനെ പറ്റി. He made fun of the tortoise for his slow speed. അപ്പോൾ എപ്പോഴും കളിയാക്കുമായിരുന്നു. The hare challenged the tortoise to have a race with him. അപ്പൊ നമ്മുടെ ടോർട്ടോയ്സ്, നമ്മുടെ ഹെയർ, നമ്മുടെ മുയലാണെങ്കിൽ പന്തയം വെച്ചു, ചലഞ്ച് ചെയ്തു. എന്തിനാ? ഒരു റേസ് നടത്താനായിട്ട്, ഒരു ഓട്ട മത്സരം നടത്താനായിട്ട്. നമ്മുടെ ആമയുടെ കഥ തന്നെയാണ്. The tortoise accepted the challenge. അപ്പോൾ challenge, അപ്പൊ അവിടെ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു വാക്ക് അതിന് മുമ്പേ ചേർക്കാൻ പറ്റുമോ? The tortoise dash accepted the challenge. Bravely. Tortoise bravely accepted the challenge. Okay. The race began. The crow was a referee. The hare ran very fast. The tortoise also ran. അതിന്റെ ആൻസർ അഭിരാമി പറഞ്ഞേ, അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞേ. The tortoise also dash ran. എങ്ങനെയാ അത് ഓടിയത്? എങ്ങനെയാ നമ്മുടെ ടോർട്ടോയ്സ് പോയത്? പതുക്കെ. അപ്പൊ പതുക്കെ എന്നുള്ള ഒരു വാക്ക് അതിലേതുണ്ട്? ആ ബോക്സിൽ നോക്കിയിട്ട് ആ വാക്ക് കണ്ടുപിടിച്ചേ. Slowly ran. He was left far behind. The hare stopped to take rest under the tree. He fell asleep. അപ്പോ നമ്മുടെ മുയലാണെങ്കിൽ നല്ല സ്പീഡിൽ ഓടുകയായിരുന്നു. എന്നിട്ട് ക്ഷീണം മാറാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു മരത്തിന്റെ മുട്ടിലിരുന്നു. അപ്പൊ എന്നിട്ട് അവൻ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. നമ്മുടെ ആമ പതുക്കാലേ വരുള്ളൂ എന്ന് വിചാരിച്ചു. The tortoise passed him and the winning post. The tortoise passed him. ആ tortoise അവനെ മറികടന്ന് പോയി. And dash reached the winning post. അപ്പോ ആ reached എന്ന് പറയുമ്പോൾ അതിനെ കുറച്ചുകൂടെ എന്ത് പറയാം? Gently എന്ന് നമുക്ക് പറയാൻ പറ്റും. Okay. Gently reached the winning post. The hare woke up little later and ran very fast. He saw the tortoise was already there at the winning post. He had won the race. അപ്പോ നമ്മുടെ മുയൽ എണീറ്റ് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ ആമ വിന്നിംഗ് പോസ്റ്റിൽ എത്തിക്കഴിഞ്ഞിരുന്നു. He had won the race. പുള്ളിക്കാരൻ ജയിച്ചിരുന്നു. The hare dash lowered his head. അപ്പൊ തല താഴ്ത്തി എന്നുള്ളത്. അപ്പൊ ഏതായിരിക്കും? Shamefully lowered his head. മനസ്സിലായോ? സാർ ഇത് നോട്ടിൽ എഴുതണോ? എടാ എല്ലാം നോട്ടിൽ എഴുതണം. ഇനി നീ നോട്ടിൽ എഴുതണം. ഈ കഥ നീ ഇത് കറക്റ്റ് ചെയ്ത് എഴുതണം. അപ്പോൾ സാർ ഇത് ഇങ്ങനെ എഴുതണ്ടേ? ഇല്ല, ഇതിങ്ങനെ എഴുതണ്ട. എന്നിട്ട് കറക്റ്റ് ചെയ്തപ്പോൾ എഴുതാൻ പറ്റുന്ന സാർ 1 2 3 നമ്പർ ഇട്ട് അത് ഒന്നാമത്തെ രണ്ടാമത്തെ നമ്പർ ഇട്ട് എഴുതട്ടോ.
വേണ്ട, നീ ഇത് ഫുൾ എഴുതണം. നിനക്ക് ആ എഴുതാം. സെന്റൻസ് എഴുതി ഡാഷ് ഇട്ട് എഴുതിട്ടോ. വേണ്ട, നീ ഡാഷിന്റെ പുറത്ത് എടാ ഇങ്ങനെ എഴുതിയാ മതി. Once upon a time there lived a hare and a tortoise in the forest. The hare always എന്താണ് അവിടെ proudly proudly talked about his speed. അപ്പോ എന്നിട്ട് proudly talked എന്ന് പറഞ്ഞ് എഴുതുന്നതിനെ മാത്രം നീ അണ്ടർലൈൻ ചെയ്യുക. ആ രീതിയിൽ അങ്ങ് എഴുതുക, അത്രേ ഉള്ളൂ. സർ പ്രൗഡ്ലിയും ടാഗ്ഡും എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യണോ? പ്രൗഡ്ലി എന്നുള്ളതും talked എന്ന് പറയുന്നത് അണ്ടർലൈൻ ചെയ്യണം. ഓക്കേ സർ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണല്ലോ. അടുത്ത് നന്ദ taught her pet many things. നന്ദ എന്ന് പറയുന്ന ആള് അവരുടെ പെറ്റിനെ ധാരാളം കാര്യങ്ങൾ പഠിപ്പിച്ചു. Every morning her pet dog Tuffy brings her the newspaper when she says, "Bring the newspaper, Tuffy." Every morning, എല്ലാ ദിവസവും രാവിലെ her pet dog, അവരുടെ ആ ഒരു ഡോഗ് ടഫി ബ്രിങ് ഹർ ദ ന്യൂസ് പേപ്പർ. അപ്പോൾ ആ പെറ്റ് ഡോഗിന്റെ പേര് ടഫി. ടഫി ആണ് എന്നും അവർക്ക് ന്യൂസ് പേപ്പർ എടുത്തുകൊണ്ട് കൊടുക്കുന്നത്. വെൻ ഷീ സേസ് ബ്രിങ് ദ ന്യൂസ് പേപ്പർ ടഫി, ബ്രിങ് ദ ന്യൂസ് പേപ്പർ ടഫി എന്ന് പറയുമ്പോൾ, അതായത് ന്യൂസ് പേപ്പർ എടുത്തുകൊണ്ട് വരൂ എന്ന് പറയുമ്പോൾ ആ ടഫി ന്യൂസ് പേപ്പർ എടുത്തുകൊണ്ട് കൊടുക്കും. ടഫി carries her school bag when she says, "Take my bag, Tuffy." അപ്പോ ടഫി ക്യാരീസ് ഹർ സ്കൂൾ ബാഗ് വെൻ ഷീ സേ. അപ്പൊ സ്കൂൾ ബാഗ് എടുക്കാനായിട്ട് ടഫിയുടെ അടുത്ത് പറയുമ്പോൾ ടഫി അതും ചെയ്യും. അതായത് ടേക്ക് മൈ ബാഗ് ടഫി, ഇതിന്റെ ബാഗ് എടുക്കൂ ടഫി എന്ന് പറയുമ്പോൾ അത് ബാഗ് എടുക്കും. ലുക്ക് അറ്റ് ദ ഫോളോയിങ് പിക്ചേഴ്സ് ആൻഡ് റൈറ്റ് ദ ഇൻസ്ട്രക്ഷൻസ് നന്ദ വുഡ് ഗിവ് ടു ടഫി. അപ്പോ ഈ പിക്ചർ നോക്കുക, എന്നിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നന്ദ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും. എന്തൊക്കെ കാര്യം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ് നമ്മളോട് നോക്കേണ്ട. ഫസ്റ്റ് പിക്ചർ നോക്കിയ ഫസ്റ്റ് പിക്ചർ എന്താ? എന്താ ഒന്നുകൂടെ പറഞ്ഞേ. Sir, keep the ball on your nose, Tuffy. ഓക്കെ, വേറെ എന്ത് പറയാം? എന്ത് പറയാം? Tuffy, you keep the ball in your nose. ഓക്കെ, വേറെ എന്ത് പറയാം ദിയോ? എന്ത് പറയാം? അഫ്സൽ, ഇന്ന് ഭയങ്കര സൈലന്റ് ആണല്ലോ, എന്ത് പറ്റി? സാർ എനിക്ക് കിട്ടി. യു ബാലൻസ് ദ ബോൾ ഇൻ യുവർ നോസ്. ബാലൻസ് ദ ബോൾ ഇൻ യുവർ നോസ്. ഓക്കെ, മനീഷ് പറഞ്ഞത് ഓക്കെ ആണ്. പിന്നെ വേറെ എന്താ പറയാം? സിമ്പിൾ ആയിട്ട് എന്ത് പറയാം? പറയും. Take the ball. Take the ball. ഓക്കെ, വേറെ എന്താ പറയാം? ഞാൻ പറയാം. പറയാം. Tuffy, you take the ball in your nose. Take the ball in your nose. ഓക്കെ, വേറെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറഞ്ഞൂടെ? പ്ലേ വിത്ത് ദിസ് ബോൾ ടഫി എന്ന് പറയാൻ പറ്റത്തില്ലേ? ഈ ബോൾ വെച്ച് കളിക്കുക. അപ്പൊ എങ്ങനെ കളിക്കുന്നത്, ഏത് വെച്ച് കളിക്കുന്നതെന്നല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ പറയാം. പിന്നെ നിങ്ങൾ പറയുന്നത് ശരിയാട്ടോ. ഇത് ടേക്ക് ദ ബോൾ ഇൻ യുവർ നോസ്,
keep the ball in your nose, like keep the ball at the top of your at the tip of your nose. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഓരോ രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ play with this ball, Tafi. Play with this ball, Tafi. ഓക്കെ, അടുത്ത രണ്ടാമത്തെ പിക്ചർ നോക്കിയേ. മതിൽ ചാട്ടം ആണ് പരിപാടി. അപ്പൊ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഓക്കെ, ഇതൊരു വോൾ അല്ല, വോൾ ആവാൻ ചാൻസ് ഇല്ല. ഇതൊരു കനാൽ ആവണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അൻസ പറയും. അൻസ എന്താ പറയാമെന്നേ? കനാലെന്ന് വെച്ച് കഴിഞ്ഞാല് തോട് നമ്മുടെ ഈ അരുവി ഇതൊക്കെ ഒഴുകി പോകത്തില്ലേ, കുഞ്ഞ് അരുവി പോലെ. പറയും. പക്ഷെ നമ്മള് ബ്രിഡ്ജ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മള് അതിന്റെ മുകളിലൂടെ ചാടാനാ പറയുന്നത്. അപ്പൊ മുകളിലൂടെ എന്നുള്ളത് നമുക്ക് എന്ത് ഇംഗ്ലീഷ്? ഓവർ. അപ്പൊ ജമ്പ് ഓവർ ദ ബ്രിഡ്ജ്. അപ്പൊ മനീഷ് പറഞ്ഞത് ശരിയാ. ജമ്പ് ഓവർ ദ ഇപ്പൊ ഇവിടെ ഇവിടെ കനാൽ, അല്ലെങ്കിൽ ജമ്പ് ഓവർ ദ വോൾ. ടഫി, യു ജമ്പ് ഓവർ ദി wall, അല്ലെങ്കിൽ ജമ്പ് ഓവർ ദ വോൾ, ടഫി. ഓക്കെ, അടുത്ത. ആൻസർ എന്തായിരുന്നു? ഓക്കെ, എന്തുകൊണ്ട് പറയാം മേക്ക് എ ഫൺ ടഫി ഓർ ലൈക്ക് പ്ലേ വിത്ത് ദിസ് ബോൾ ടഫി എന്തുകൊണ്ട് എഴുതിക്കോ കേട്ടോ. ഓക്കെ, അപ്പൊ സർ ടഫി യു ജമ്പ് ഓവർ ദ ഇത്ര പറയത്തില്ലടാ ടഫി. ഫസ്റ്റത്തെ ഈ രണ്ട് സെന്റൻസ് ടഫി എന്ന് അവസാനം പറയുന്നത്. അപ്പൊ കാര്യം പറഞ്ഞിട്ടാ ടഫി എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്ത് പറയാം? ജമ്പ് ഓവർ ദ വോൾ ടഫി, അല്ലെ ജമ്പ് ഓവർ ദ കനാൽ ടഫി, ജമ്പ് ഓവർ ദ ബ്രിഡ്ജ് ടഫി. ഓക്കെ, അടുത്തത് എന്താ? dig a pit. ഡിഗ് എ പിറ്റ് എന്നായിരിക്കോ? കുഴി എടുക്കുന്ന അല്ലല്ലോ അതവിടെ. കുഴി എടുക്കുന്നതല്ല, വേറെ എന്തായിരിക്കും? ഓടുന്നതാ? ഓടുന്നതല്ല, ഇത് എന്തോ എടുത്തോണ്ട് വരാനായിട്ട് പറയും. കല്ല എന്തോ ഇന്ന് കളിക്കാനായിട്ട് കുറച്ച് കല്ലോ എന്തെങ്കിലും എടുത്തോണ്ട് വരാൻ പറയുന്നതാണെന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെ എന്ത് പറയാം? അൺമ്യൂട്ട് ചെയ്തിട്ട് പറയണേ. യു ടേക്ക് ദാറ്റ് സ്റ്റോൺ. ജിയോ എന്താ പറഞ്ഞേ? യു ടേക്ക് ദാറ്റ് സ്റ്റോൺ. Take the stone. Okay, വേറെ ആരാ പറഞ്ഞേ? മനീഷ് ആണോ പറഞ്ഞേ? Take the rock, Taffy. Take the rock, Taffy. Okay, വേറെ? അത് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞേ. വേറെ ആൻസർ ഉണ്ടോ അഫ്സൽ? പറയ്. Take the stone, Taffy. Take the stone, Taffy. Okay, വേറെ എന്താ പറയാം? Okay, അസൻ പറയ്. Taffy, use take the stone. Taffy, use take the stone. Okay, ഒരു കല്ല് എടുക്കാനായിട്ട് ഇച്ചിരി കൊണ്ടുവരിക എന്നുള്ളതിന് എന്ത് പറയും? Bring. അപ്പൊ bring the stone, Taffy എന്ന് പറഞ്ഞാലോ? bring some stones. അപ്പൊ കുറച്ച് കല്ല് എടുത്തോണ്ട് വരൂ. അപ്പൊ നമ്മൾ അവിടെ വെച്ച് വർക്ക് ചെയ്യും. അപ്പൊ കുറച്ച് കല്ല് എടുത്തോണ്ട് വരും. അപ്പൊ bring some stones, Taffy. ഓക്കെ, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഞാൻ കേട്ടോ. ഇപ്പൊ ഞാൻ എന്റേതൊരു ആൻസർ തരുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് അവിടെ നിന്ന് എന്ത് തോന്നുന്നു കേട്ടോ. അടുത്തതിന് എന്താ പറയാൻ പറ്റും? എന്തായിരിക്കും നമ്മുടെ ടഫി ചെയ്യുന്നത്?
സാർ രണ്ട് കാലിൽ നിക്കണേ. രണ്ട് കാലിൽ നിൽക്കുന്നു. അപ്പൊ അത് എന്തായിരിക്കും? രണ്ട് കാലിൽ നിൽക്കുന്നത് എങ്ങനെ ആയിരിക്കും? Walk on two legs. അത് ആക്ച്വലി ഡാൻസ് കളിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് പറയും? Dance in two legs. അസിൻ പറയും. Toffee, you dance. ഓക്കെ, ഡാൻസ് വെൽ ടഫി. അപ്പൊ ടഫി അവസാനം പറയാം. ഓക്കെ, അപ്പൊ ഡാൻസ് വെൽ ടഫി. Dance with the two legs, Tuffy. നമ്മൾ അത്രയും കോംപ്ലിക്കേറ്റഡ് ആണോ? ഡാൻസ് കളിക്കാൻ പറയുമ്പോഴേ തന്നെ നമ്മൾ കൈയും കാലും ഒക്കെ നീട്ടി ഈ ഒരു ഇതിലും കളിച്ചോളും. നമ്മൾ അത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. അപ്പൊ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മതി കേട്ടോ. അപ്പൊ അത് ഡാൻസ് വെൽ ടഫി, ഒന്നായിട്ട് ഡാൻസ് കളിക്കൂ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഡു യു ഹാവ് പെറ്റ്സ് അറ്റ് ഹോം? Yes. Yes. No, sir. No, എത്ര പേർക്കുണ്ട്? കൈപ്പൊക്കിക്ക്. എനിക്ക് വീട്ടിൽ മാത്രമേ ഉള്ളൂ. അല്ല, ഏതെങ്കിലും പെറ്റാ. പെറ്റെന്ന് പറയുന്നത് പട്ടി, പൂച്ച, ആട്, മുയല് എല്ലാം വരും. അല്ലാതെ ഒന്നൊന്നല്ല. അല്ലെ പട്ടി എന്ന് മാത്രമല്ല. ഓക്കെ, മിക്കവർക്കും ഉണ്ട്. അൻസ, അസിൻ അവിടെ ഇല്ലേ? ഓക്കെ ഓക്കെ, മനീഷ് പറഞ്ഞു. ഫിഷ് ഒക്കെ നിനക്ക് പെറ്റായിട്ട് വേണമെങ്കിലും കൺസിഡർ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഫിഷ് ഉണ്ട്. ഓക്കെ, അപ്പോ ഡു യു പ്ലേ വിത്ത് യുവർ പെറ്റ്സ്? നിങ്ങൾ ഇതുമായിട്ട് കളിക്കാറുണ്ടോ? Yes. ആരാ നോ പറഞ്ഞത്? മനീഷാണോ? അല്ല, മീനായിട്ട് കളിക്കാറില്ലല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ജിയോ കളിക്കാറുണ്ടോ? Yes. ഏത് പെറ്റാ ഉള്ളേ? Dog തന്നെ. ഡോഗായിട്ട് കളിക്കാറുണ്ട്. Yes. ഓക്കെ, ഇതിലെ എത്ര നേരം കളിച്ചോണ്ടിരുന്നത്, ഇപ്പൊ കാലിലേക്ക് കഴിഞ്ഞ് മോളിൽ പോയതില്. കൊള്ളാലോ. ഓക്കെ, വാട്ട് ആർ ദ തിങ്സ് യുവർ പെറ്റ്സ് ക്യാൻ ഡു? എന്തൊക്കെ നിങ്ങളുടെ പെറ്റിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും? Sir, കേട്ടില്ല. വാട്ട് ആർ ദ തിങ്സ് യുവർ പെറ്റ്സ് ക്യാൻ ഡു? എന്തൊക്കെ നിങ്ങളുടെ പെറ്റിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? എന്താ കാര്യം ചെയ്യും? ഇപ്പൊ ഡോഗ് ഉള്ളവർക്കാണെങ്കിൽ ഫിഷിന്റെ കാര്യം പറയട്ടെ. ഫിഷിന്റെ കാര്യം പറയും. My fish can swim. എന്താ? Swim. നീന്താൻ കഴിയും. ഓക്കെ, അതെല്ലാം മീനും പറ്റൂടാ. സെപ്പറേറ്റ് ആയിട്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഡോഗ് ഉള്ള ആൾക്കാര്, ഡോഗ് ആണ് ഗോഡ് അവർ ഹോം, നമ്മുടെ വീടൊക്കെ പരിപാലിക്കും. എന്റെ ഡോഗ് ഉണ്ട്. ഓക്കെ, എന്നിട്ട് എന്തു പറയാൻ, ദേ ക്യാൻ പ്ലേ വിത്ത് us, അതിന് നമ്മളോടൊപ്പം കളിക്കാൻ പറ്റും. പിന്നെ ദേ ഗീവ് ജോയ് ആൻഡ് ഫൺ ആൻഡ് ജോയ്. അപ്പൊ ദേ ഗീവ് us ഫൺ ആൻഡ് ജോയ്. അപ്പൊ അവര് നമുക്ക് നമ്മുടെ പെറ്റിൻ്റെ കൂടെ കളിക്കുമ്പോഴും നമുക്ക് ഭയങ്കര സന്തോഷവും ഹാപ്പിനെസ്സും ഒക്കെ ആയിരിക്കും, അല്ലേ? ആണോ ജിന്ദു? ഓക്കെ ഓക്കെ, അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് എഴുതാം. ഹൗ വിൽ യു മേക്ക് യുവർ പെറ്റ്സ് ഡു തിങ്സ്? നിങ്ങൾ എന്തൊക്കെ ആയിരിക്കും ചെയ്യുക? ഇത് പെറ്റിനായിട്ട് പെറ്റിനായിട്ട് ഓരോന്ന് ചെയ്യിക്കാനായിട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്യും? സാർ, മീനിനെ കുറിച്ച് പറയണമെങ്കിൽ മീൻ നമ്മുടെ വീടിനെ ഭംഗി വരുത്താൻ ഉപയോഗിക്കുക എന്നൊക്കെ പറയാല്ലേ? പറയാം, അതൊക്കെ പറയാം. ഓക്കെ സാർ, ഇതിപ്പോ ഇവിടെ ഇതിന്റെ ആൻസർ എഴുതണോ? ഈ നോട്ടിൽ എഴുതിയാൽ മതി. ഈ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ആൻസർ അങ്ങ് എഴുതിയാൽ മതി കേട്ടോ. അടുത്ത നമുക്ക് എഡിറ്റിംഗ്. Read the passage given below. There are few errors in it. Sir, ഇതിന്റെ ആൻസർ എന്താ? നാലാമത്തെ ആക്ടിവിറ്റി 6 ന്റെ നാലാമത്തെ എന്താ? ക്വസ്റ്റ്യന്റെ മലയാളം. How will you make your pets do things? അപ്പൊ നിങ്ങൾ എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ആ പെറ്റിനെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കുന്നത് എന്നാണ്.
So how will you do that? You give regular trainings, you just play with them. So we can give proper training to do something. They can understand my language, our language and expressions. നമ്മളിപ്പോ മലയാളത്തിലായാലും അതിൻ്റെ അടുത്ത് ഇങ്ങോട്ട് വരാൻ വിളിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേര് വിളിച്ച് അതുടനെ ഓടി വരത്തില്ലേ? അതുപോലെ തന്നെ. ഓക്കെ, ഇനി അടുത്തതാണ് ഇമ്പോർട്ടന്റ്. Read the passage given below. There are a few errors in it. They are underlined. Once upon a time, there living a lion in a forest. ഒരു സിംഹം ജീവിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് കറക്ഷൻ ആയിരിക്കും? ഒരിക്കല് ഒരു സിംഹം അവിടെ ജീവിച്ചിരുന്നു എന്നാണ് പറയേണ്ടത്. അപ്പൊ ലിവിങ് എന്ന് വരുമോ? ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ലിവിങ്ങിന്റെ മീനിങ്. അപ്പൊ lived a lion. lived a lion. lived means ജീവിച്ചിരുന്നു. It was sleep under a tree. അത് ഒരു മരത്തിന്റെ ചുവട്ടിൽ ഉറങ്ങുകയായിരുന്നു എന്നുള്ളത് sleeping under a tree. After a while there came a mouse and it started to play on the lion. അപ്പോ ഒരു started ഇങ്ങനെ അസിനും അനുസരിച്ച് ഇങ്ങനെ നോക്കിയിരിക്കുക, എന്താ നടക്കുന്നതെന്ന് വല്ലതും പിടികിട്ടുന്നുണ്ടോ? കുഴപ്പമില്ലല്ലോ. ഓക്കെ, അപ്പോ ഇങ്ങനെ ഒരു മൗസ് വന്ന് അതിനോടൊപ്പം കളിക്കാൻ തുടങ്ങി. അതായത് അതിന്റെ പുറത്ത് കയറി കളിക്കാൻ തുടങ്ങി. അപ്പോ സ്റ്റാർട്ട് ടു പ്ലേ എന്ന് പറയത്തില്ല, സ്റ്റാർട്ടഡ് ടു പ്ലേ ഓൺ ദ ലയൺ. അടുത്ത്, the lion got up and roared angry. അപ്പൊ റോർ ആംഗ്രി, ദേഷ്യത്തോടെ ഇത് അലറി എന്നാണ്. അപ്പൊ ആംഗ്രി എന്നായിരിക്കും പറയാം. വേറെ നിങ്ങൾ വാക്ക് വരോ? Angrily, right. The mouse requested the lion dash it, forgive it. അപ്പൊ അതിനെന്ത് പറയും? Forgive it. എടാ ചോദിക്കുക, മൗസ് റിക്വസ്റ്റഡ് ദ ലയൺ forgive it. അപ്പൊ നമ്മുടെ അവിടെ ഒരു പ്രൊപ്പോസിഷൻ, അവിടെ ഒരു ആവശ്യമാണ്, പക്ഷെ അതാണ് അവിടെ മിസ്സിങ്. forgive ആണെങ്കിലും അതിന് മുമ്പ് എന്തോ ഒരു വാക്ക് അവിടെ ആഡ് ചെയ്യണം. to forgive it. അതായത് the mouse requested the lion to forgive it. അപ്പൊ ആ മൗസിന്റെ അടുത്ത് forgive ചെയ്യണം. അപ്പൊ to forgive it. The lion felt pity and let it. On another day, അവിടെ എന്താ മിസ്റ്റേക്ക്? on another day, അവിടെ എന്താ മിസ്റ്റേക്ക്? on an another day എന്ന് പറയും. on another day അവിടെ ഓക്കെ, എന്തായിരിക്കും മിസ്റ്റേക്ക്? എന്തോ ഒരു മിസ്റ്റേക്ക്. on another day അല്ല, അതിന്റെ തുടക്കം ക്യാപിറ്റൽ ലെറ്ററോ സ്മോൾ ലെറ്ററോ ആണോ എന്താണെന്ന് നോക്കി, അങ്ങനെ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടായില്ല. one capital letter O. അതിന്റെ തുടക്കം ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും. സോ ഓൺ അനദർ ഡേ, അപ്പൊ ഓ ക്യാപിറ്റൽ ആക്കുക. ഓൺ അനദർ ഡേ ദ ലയൺ വാസ് ക്യാച്ച് ഇൻ എ നെറ്റ് ബൈ എ ഹണ്ടർ. അപ്പൊ ലയന് ഒരു നെറ്റിനകത്ത് അകപ്പെട്ടു പോയി. അതിന് ക്യാച്ച് എന്ന് പറയുമ്പോൾ അത് പ്രസന്റ് ടെൻസ്. അപ്പൊ വാസ് ക്യാച്ച് എന്ന്, അപ്പൊ അതിന് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ക്യാച്ചിന് പകരം എന്ത് എഴുതാൻ പറ്റും? ക്യാച്ച്ഡ് എന്ന് പറഞ്ഞൊരു വാക്കില്ലടാ. ക്യാച്ചിന്റെ പാസ്റ്റ് ഫോം എന്താ? അല്ല, ക്യാച്ചിങ് എന്ന് വെച്ചാൽ പിടിക്കുന്നു എന്നാണ്. നമ്മൾ ക്രിക്കറ്റ് ഒന്നും കാണാറില്ല, അപ്പൊ അതിൽ കാണിക്കും സ്റ്റീവ് സ്മിത്ത് ക്യാച്ച് എന്നല്ല, എന്തായിരിക്കും? കോട്ട് എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? CAUGHT.
caught. അതായത് caught. അപ്പൊ catchന്റെ past form എന്ന് വെച്ചാൽ caught. In a net by a hunter. The mouse there came and cut the net. അപ്പൊ അവിടെ എന്താ മിസ്റ്റേക്ക്? The mouse Came there. came there. The mouse came there and cut the net. Thereafter, dash the mouse, the lion become friends. അവിടെ എന്താ മിസ്റ്റേക്ക്? Mouse and the lion. The mouse and the lion became friends. The mouse and the lion became friends. അപ്പോൾ ഇതേപോലുള്ള ഒരു കുഞ്ഞ് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യനും നിങ്ങൾക്ക് കാണും കേട്ടോ എക്സാമിന്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. സാർ there came ന്റെ അവിടെ എന്താണ് വന്നത്? Came there. There came എന്ന് പറയത്തില്ലല്ലോ. The mouse there came എന്ന് പറയത്തില്ല. The mouse came there. അവിടെ വന്നു. എവിടെ? അവിടെ. അപ്പോ came there. ഓക്കേ സാർ. അത്ര തന്നെയാണ്. അപ്പോൾ ഇതിങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ എഴുതിയാൽ മതി. ആക്ടിവിറ്റി 7 എന്ന് എഴുതിയിട്ട് എഡിറ്റ് ചെയ്ത് നിങ്ങൾ ഇവിടെ എഴുതുക. ഇതില് ഓക്കെ, ഇത് നിങ്ങൾക്കൊരു പ്രൊജക്ട് വർക്കാ. എന്തായാലും അതിപ്പോ വേണ്ട, നമുക്ക് പിന്നീട് നോക്കാം. ഓക്കെ, ഇത്ര തന്നെയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഉള്ളത്. അതായത് അപ്പൊ ഈ ഒരു യൂണിറ്റ് കംപ്ലീറ്റ് ആയി. പിന്നെ ഈ മീനിങ്സ് ഉണ്ടല്ലോ, ഈ വാക്കുകളുടെ മീനിങ്സ്, ഇത് നിങ്ങൾ ഡെയിലി ഒരു 5 എണ്ണം വെച്ചെങ്കിലും പഠിക്കുക കേട്ടോ. ഈ ഇവിടെ കൊടുത്തിട്ടുള്ള വാക്കുകളുണ്ടല്ലോ, ലാസ്റ്റ് ടെക്സ്റ്റിന്റെ അവസാനമുള്ള ചാപ്റ്ററിൽ കൊടുത്തിട്ടുള്ള വാക്ക് ഹാ ബിയോണ്ട് അതൊക്കെ. അതെ, അതൊക്കെ എന്ത് ചെയ്യണം? ഇത് പരീക്ഷയ്ക്ക് ചോദിക്കോ? ഈ പരീക്ഷയ്ക്ക് ചോദിക്കില്ല, പക്ഷെ അടുത്ത പരീക്ഷയ്ക്ക് ഞാൻ ചോദിക്കും കേട്ടോ. ഏതാണ് സാർ ഈ വാക്കുകളുടെയൊക്കെ മീനിങ് ഗ്ലോസറിയില്. അതെ, ഗ്ലോസറിയില്. അപ്പൊ ഈ വാക്കുകളൊക്കെ, അതായത് ഇവര് കണ്ടോ, ഇവര് ആ വാക്കുകളുടെ മീനിങ്ങും അതിനോടൊപ്പം അതിന്റെ ഇത് ഓരോ സെന്റൻസും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് കുറച്ചുകൂടി എളുപ്പമാണ് കേട്ടോ. അതുകൊണ്ട് അത് പഠിക്കുക കേട്ടോ. അപ്പൊ അത്ര തന്നെയാണ്. ഓക്കെ, അപ്പൊ അത്ര തന്നെയാണ് നമ്മുടെ ഒരു എക്സാമിന് വേണ്ടുന്നുള്ളത്. അപ്പൊ ഈ ഒരു യൂണിറ്റ് ആണ് എക്സാമിന് വേണ്ടത്. അത് നിങ്ങൾ പഠിക്കുക. അപ്പൊ ഈ ടെക്സ്റ്റ് കംപ്ലീറ്റ് ആവുമല്ലോ. ഒരു ടെക്സ്റ്റ് കൂടെ അല്ലേ?